ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തിന്റെ കാറിൽ യാത്ര ചെയ്തയാളാണ് SNDP-യുടെ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ കൂടെ കൂട്ടിയപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ആ സമുദായത്തിന്റെ വോട്ടുകളെല്ലാം ഇങ്ങ് പോരും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ തുടരെയായി നടത്തിയ പല വർഗീയ പരാമർശങ്ങളും ഈ LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി തന്നെ ബാധിച്ചു എന്ന് പറയാം. പക്ഷെ എന്നിട്ടും അടങ്ങുന്നില്ല വെള്ളാപ്പള്ളി നടേശന്റെ കരച്ചിൽ എന്ന് വേണം കരുതാൻ. ഇപ്പോ പാവപ്പെട്ട സമുദായക്കാരനായത് കൊണ്ടാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ തന്നെ മാത്രം ചിലർ കുറ്റപ്പെടുത്തുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചോദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ പരാജയത്തിന് കാരണക്കാരിൽ ഒരാൾ വെള്ളാപ്പള്ളിയാണെന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പിന്തുണച്ചത് വിനയ എന്നുമുള്ള ആരോപണങ്ങളിൽ പ്രതികരിച്ചാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഈ വർഗീയതയ്ക്കെതിരാണ്. അതായത് കോമൺ ആയിട്ടുള്ള ഒരു ഭൂരിഭാഗം ജനങ്ങളും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ തന്നെ വർഗീയ പാർട്ടികളെല്ലാം കേരളത്തെ കീഴടക്കുമായിരുന്നു. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് വർഗീയത ഇപ്പം UDF-ലെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര വർഗീയ പാർട്ടി അല്ല. അത് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത്. മറിച്ച് വർഗീയതയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരെയോടെ എല്ലാം മലയാളികൾ പുറംതിരിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ എല്ലാ കാലത്തും. അതല്ല എന്നെങ്കിൽ BJP RSS സംഘടനകൾ ഇതിലും നേരത്തെ കേരളത്തിൽ ആധിപത്യം സ്ഥാപിക്കുമായിരുന്നു. ആ ഇടത്താണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം വർഗീയ പ്രസ്താവനകൾ നേരത്തെ വന്നത്. അത് എന്തായാലും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്തിനാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കരച്ചിൽ? അല്ല ചേച്ചി, അതിൻ്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ. അതിൻ്റെ അകത്ത് പാവപ്പെട്ട ജാതിക്കാരനായതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ്? അല്ലെങ്കിൽ എന്താണ് വെള്ളാപ്പള്ളി നിരവാദം ഉയർത്തുന്നതാണ്? അല്ല, എന്ത് രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നത്? അതോ ഇനി ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഈ പാവപ്പെട്ട ജാതിക്കാരനാണോ എന്ന് ചോദിക്കുമ്പോൾ തന്റെ ജാതിക്കാരെ അതിലും കൂടെ ഒപ്പം നിർത്താനാണോ? അല്ലെങ്കിൽ ജാതിയെ മൊത്തത്തിൽ അധിക്ഷേപിച്ചു എന്ന തലത്തിലേക്ക് ഈ പ്രസ്താവനയെ മാറ്റാനാണോ വെള്ളാപ്പള്ളി? അത് ശരിയാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അത് ഒറ്റയ്ക്ക് ഈ ആരോപണങ്ങളൊന്നും എനിക്ക് മാത്രമല്ല, ഈ സമുദായത്തെ മൊത്തമായാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കുറ്റപ്പെടുത്തുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ സമുദായത്തെ മുഴുവൻ കൂടെ കൂട്ടാനുള്ള ഒരു കുതന്ത്രമായിട്ടാണ് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അല്ലെ, സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടിയത് തിരിച്ചടിയായി എന്ന് പറയുമ്പോൾ അവിടെ ജാതിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ ഒപ്പം കൂട്ടിയത് കൊണ്ടാണെന്നാണല്ലോ പറഞ്ഞത്. സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ എല്ലാ സമയത്തും വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൊണ്ട് നടന്നത് വെള്ളാപ്പള്ളി നടേശനോടുള്ള അതിയായ സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. അതെ, SNDP അല്ലെങ്കിൽ ഈഴവ വോട്ടുകളെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നല്ലോ. SNDP തങ്ങൾക്കൊപ്പം നിന്നാൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ, ഇവർ തെറ്റായി ധരിച്ചൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരുമിച്ച് നിന്നാൽ SNDP-യുടെയും NSS-ന്റെയും വോട്ട് മുഴുവൻ കിട്ടും എന്ന് സർക്കാർ തെറ്റിദ്ധരിച്ചതാണ്. ഇവർ SNDP-യും NSS-ഉം സർക്കാരിന് പിന്തുണ അറിയിക്കുമ്പോൾ, ആഗോള അയ്യപ്പ സംഗമത്തിൽ പിന്തുണ അറിയിക്കുമ്പോൾ ഇവര് കരുതിയത് NSS-ന്റെയും SNDP-യുടെയും മുഴുവൻ വോട്ടുകളും ഇവർക്ക് കിട്ടി ഇവർ വിജയിക്കുമെന്നാണോ? അതിനുവേണ്ടിയാണോ ഇവർ കൊണ്ടു നടന്നത്? പിന്നെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത കേരളത്തിൽ ഇത്രയും വർഗീയത പറയുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിരിക്കില്ല. അത്രത്തോളം വർഗീയ പരാമർശങ്ങൾ നടത്തി. എവിടെയെങ്കിലും മുഖ്യമന്ത്രി അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുന്ന തരത്തിൽ അതിനൊരു മൗന അനുവാദം തന്നെയാണ് മുഖ്യമന്ത്രി അതിന് നൽകിക്കൊണ്ടിരുന്നത്. പല സ്ഥലത്തും മുഖ്യമന്ത്രി ഉള്ള വേദിയിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങൾ നടത്തിയപ്പോഴൊന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിനെ വിമർശിച്ചിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ തന്റെ കാറിലാണ് വെള്ളാപ്പള്ളി നടേശൻ വന്നത്. അതുകൊണ്ട് എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രി പൊതുജനത്തിന് കൊടുത്തത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇതെല്ലാം തിരിച്ചടിയായി എന്ന് പാർട്ടി വിശകലനം ചെയ്യുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, ഞാൻ പാവപ്പെട്ട സമുദായത്തിൽ പെട്ടതായതുകൊണ്ടാണ്. ഈ പാവപ്പെട്ട സമുദായം അത് വെള്ളാപ്പള്ളി തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഈ പാവപ്പെട്ട സമുദായം, പാവപ്പെട്ട ജാതിക്കാരൻ എന്ന് പറഞ്ഞതിന് എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടത്. അത് ഈ പറയുന്ന ഈഴവ സമുദായത്തോട് തന്നെ അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. അവരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന എന്ന് വേണം കരുതേണ്ടത്. ചേച്ചി, ഇപ്പൊ ഈ ഒരു വിഷയം പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും അവിടെ, എന്റെ ഒരു അഭിപ്രായം, ജാതി അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല.
വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയാണ് വർഗീയത പറഞ്ഞത്, അല്ലെങ്കിൽ SNDP അല്ല വർഗീയത പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയാണ് വിമർശിച്ചത്. അപ്പോൾ അവിടെ ജാതീയത കൊണ്ടുവരുന്നത് എന്തിനാണ്? തങ്ങൾക്കൊപ്പം നിർത്തുക. എന്താണ് കേരളത്തിൽ ഒരു എന്താണ് വിഭാഗീയത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയില്ലേ? പാവപ്പെട്ട ജാതിക്കാരൻ, ഇവിടെ എവിടെയും ജാതി പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ എന്താണ് അധികാരിയായി നിൽക്കുമ്പോ വിമർശനങ്ങൾ ഉണ്ടാകും. അത് SNDPയുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ പറഞ്ഞത്. അപ്പൊ ജാതീയത പറഞ്ഞിട്ട് എന്താണ് തന്റെ ജാതിക്കാരെ ഒപ്പം കൂട്ടുക. ഇത് ഇതിപ്പോ വരാൻ പോകുന്നത് എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി അല്ല വിമർശിച്ചത്, ആ ഒരു SNDP മൊത്തത്തിലാണ് എന്ന തലത്തിലേക്ക് കൊണ്ടുവരാനല്ലേ വെള്ളാപ്പള്ളി ശ്രമിച്ചത്. അതെ, പക്ഷേ ഇതിന്റെ ഒരു വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ, ജാതി ചോദിക്കരുത് പറയരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഉള്ള ഒരു സംഘടനയാണല്ലോ. ആ സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ജാതീയത വിളമ്പാൻ ഈ മനുഷ്യന് ഉളുപ്പില്ലേ എന്ന് ഈ സമുദായത്തിലുള്ളവർ ചോദിക്കാൻ ധൈര്യപ്പെടണം. എനിക്ക് തോന്നുന്നില്ല ഈ സമുദായത്തിലുള്ളവർ പോലും ഈ വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നെങ്കിൽ വോട്ട് ഇത്രയും കുറയില്ലായിരുന്നല്ലോ. കാര്യം അവർ ആദ്യമേ ആഗോള അയ്യപ്പ സംഘം നടത്തിയപ്പോഴൊക്കെ സർക്കാരിനൊപ്പമായിരുന്നല്ലോ. SNDPയുടെ പൂർണ്ണ പിന്തുണ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ചേച്ചി, എന്റെ ഒരു അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ SNDPയുടെ തലപ്പത്ത് നിന്ന് എടുത്ത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാര്യം ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ളത് കൊണ്ട് ശ്രീനാരായണ ഗുരുവിന് പോലും അപമാനമാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഓരോ തവണയും നടത്തുന്നത്. ഈ അവസാനം പറഞ്ഞ ഈ ഒരു ജാതി പരാമർശം പോലും വളരെ മോശമാണ്. SNDPയുടെ തലപ്പത്ത് നിന്നൊക്കെ എടുത്ത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ BDJS, അദ്ദേഹത്തിന്റെ മകൻ രൂപം കൊടുത്ത തുഷാർ വെള്ളാപ്പള്ളിയുടേതാണ്. അത് NDAക്കൊപ്പമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തി ആ BDJSന്റെ രൂപീകരണ ചടങ്ങിൽ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പൊ ശരിക്കും ഇദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? NDAക്ക് കിട്ടിയാൽ NDAയോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ LDFന് അധികാരം കിട്ടുവാണെങ്കിൽ LDFനോടൊപ്പം നിൽക്കുക. അധികാരം ആർക്കാണോ അവർക്കൊപ്പം നിൽക്കുക. വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ പല ആരോപണങ്ങളും കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒന്ന് തടിയൂരാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ താങ്ങി, അല്ലെങ്കിൽ സർക്കാരിനെ താങ്ങി നിൽക്കുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഇതിപ്പോ ഈ SNDPയുടെ കാര്യത്തിൽ എന്ന് മാത്രമല്ല, NSSലും ഇതേ തന്ത്രം തന്നെയാണ് ഉണ്ടായിരുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി NSSന്റെ തലപ്പത്തുള്ള സുകുമാരൻ നായർ, അദ്ദേഹവും ഈ ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്, അല്ലാതെ ആ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ സമുദായത്തിന്റെ അഭിപ്രായം ആരാഞ്ഞിട്ടോ ഒന്നുമല്ല. അപ്പൊ ഈ രണ്ട് സമുദായ നേതാക്കളും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി ഇപ്പോൾ അധികാരത്തിൽ LDF ആയതുകൊണ്ട് LDFനോടൊപ്പം നിൽക്കുകയും അവരുടെ സ്വകാര്യ നേട്ടങ്ങൾക്കായി അത് ഉപയോഗിക്കാനും ശ്രമിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും ഈ സമുദായത്തിന്റെ ഉന്നമനത്തിനായിട്ടോ സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ഈ ചെയ്തികളൊന്നും ചെയ്തു കൂട്ടുന്നത്. അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, ഇനിയിപ്പോ വേണമെങ്കിൽ NSSും SNDPയും പിന്തുണ കോൺഗ്രസിലേക്ക് വേണമെങ്കിൽ പ്രഖ്യാപിക്കും. കാര്യം ഏകദേശം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ മനസ്സിലായല്ലോ, ഇനി LDFന് ബുദ്ധിമുട്ടാണ്, കോൺഗ്രസിനാണ് മുൻതൂക്കം എന്ന് കാണുമ്പോൾ ഇനി ഇവർ വേണമെങ്കിൽ പിന്തുണ ഇനിയിപ്പോ UDFന് പ്രഖ്യാപിക്കും. കാരണം ഇവർക്ക് വ്യക്തമായ ഒരു നിലപാടുകളുടെയോ ആശയങ്ങളുടെയോ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവരെല്ലാം ചെയ്തു കൂട്ടുന്നത്. പിന്നെ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് തന്റെ ജാതിക്കാരെ ഒപ്പം നിർത്തുക എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്, ആ ഒരു പാവപ്പെട്ട ജാതിക്കാരനായതുകൊണ്ടാണോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അടുത്ത എന്തൊക്കെ പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടേശന്റെ വായിന്ന് വരാൻ പോകുന്നത്. അതല്ല, ഇപ്പൊ ഈ ഇരു സമുദായ സംഘടനകളുടെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെയാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇത്രയും വലിയൊരു വിജയം നേടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോ UDFലേക്ക് എപ്പോ വേണോ കയറി ചെല്ലാൻ കഴിയും എന്നുള്ള ഒരു മൗഢ്യ ധാരണയാണ് ഈ ഇരു സമുദായ സംഘടനകൾക്കും ഉള്ളത് എന്നാണ്. അപ്പോൾ VD സതീശന്റെ ശക്തമായ നേതൃത്വം ഒരിക്കലും ഇത്തരം ഒരു കാര്യത്തിന് വഴങ്ങിക്കൊടുക്കില്ല എന്നാണ് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ പൊതുവെ ഉണ്ടായിരുന്ന ഒരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വരുമ്പോ വരട്ടെ, പോകുമ്പോ പോട്ടെ, എന്തായാലും എപ്പോഴായാലും നമ്മുടെ കൂടെ നിൽക്കും. അപ്പൊ ഇവർക്ക് വിധേയപ്പെടുന്ന ഒരു രീതി ഈ കോൺഗ്രസ് എപ്പോഴും കൈക്കൊണ്ടിരുന്നു. അതിന് വിരുദ്ധമായി ഇപ്പോൾ കോൺഗ്രസ് VD സതീശന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ നിലപാടുകൾ ഒരു പരിധിവരെ കോൺഗ്രസിനെയും UDFനെയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചു എന്ന് തന്നെ പറയാം.
അപ്പൊ ഇതിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് എപ്പോഴും ശക്തമായ നിലപാട് സ്വീകരിക്കുക, അല്ലാതെ ഇവിടെ നിൽക്കുകയും എന്നിട്ട് അപ്പുറം അധികാരം അത് മാത്രമല്ല വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ച് നിലപാടുകൾ മലക്കം മറിയാതിരിക്കുക. വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചും അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്ന ഇത്തരം സമുദായ സംഘടനകൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാതിരിക്കുക എന്നത് തന്നെയായിരിക്കണം UDF ഇനിയും കൈക്കൊള്ളേണ്ടത്. എന്നാൽ മാത്രമേ UDFന് ഈ ഒരു നിലപാട് മുന്നോട്ട് കൊണ്ടുപോകാനും വരുന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടം കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ശരിയാണ് ചേച്ചി. കാര്യം നമുക്കറിയാലോ, ഈ പറയുന്ന പോലെ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാനാകില്ല. അത് കേരളത്തിലെ ഒരു പാർട്ടിക്കും, ഇപ്പം ഇടതുപക്ഷത്തിനായാലും കോൺഗ്രസിനായാലും BJPക്കായാലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ വ്യക്തമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിലപാടുകളിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോവുക.